ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാലെന്ന സീരിയലിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ എന്താണ് വിശേഷമെന്ന് നോക്കാം. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ലക്ഷ്മി പൂജ കഴിഞ്ഞ് ആരതി ഒഴിയാൻ നിൽക്കുകയാണ് കുടുംബത്തിലുള്ള എല്ലാവരും. അപ്പോൾ നമ്മുടെ അഞ്ജന ചോദിക്കും, മുത്തശ്ശി ഞാനും അജയും കൂടി ആരതി ഒഴിഞ്ഞോട്ടെ. മുത്തശ്ശി പറയും അതിനെന്താ, നല്ല കാര്യമല്ലേ, ഒഴിഞ്ഞോളൂ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി 5 തട്ടുള്ള വിളക്കെടുത്ത് ആരതി ഒഴിയുകയാണ്. ആരതി ഒഴിയുന്നതിനിടയിൽ പെട്ടെന്ന് കൈ തട്ടി വിളക്ക് വീഴാൻ പോകുമ്പോൾ ആ വിളക്ക് വന്ന് പിടിക്കുക നമ്മുടെ ഭൂമിയായിരിക്കും. അപ്പോൾ ഭൂമിയും അജയും ഒരു നിമിഷം രണ്ടുപേരും ഒരുമിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആ വിളക്ക് വീഴാൻ പോയ ആ ഒരു ഇതിൽ അഞ്ജന കൈ വലിച്ച് പിന്മാറുന്നുണ്ട്. ഇപ്പോൾ വിളക്ക് പിടിച്ചിട്ടുള്ളത് ഭൂമിയും അജയും മാത്രമാണ്. അങ്ങനെ അപ്പോൾ അത് ഭവാനിക്ക് ഇഷ്ടപ്പെടില്ല. ഭവാനി പറയും, നീ ഈ പൂജ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഭവാനി കുറേ വഴക്കൊക്കെ ഭൂമിയെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഭൂമി അടുക്കളയിൽ പ്രസാദം ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അഞ്ജന വരും. അഞ്ജന വന്നിട്ട് അഞ്ജന അവളെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നീ കാണിച്ചത് ഫാദർലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അത് കേട്ട് ദേഷ്യം വന്ന് ഭൂമി അഞ്ജനയെ കൈപൊക്കി അടിക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ അജയ് കാണുന്നുണ്ട്. അജയ്ക്ക് അത് കണ്ടിട്ട് വല്ലാത്തൊരു ഷോക്കായി. കാരണം ഇങ്ങനെ ഭൂമി പ്രതികരിക്കുന്ന അജയ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഭൂമിയും അജയും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് അഞ്ജന വിചാരിച്ചിരിക്കുന്നത്. അത് ആ ഒരു കാര്യവും പിന്നെ പൂജയ്ക്കിടയിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അഞ്ജന മദ്യപിക്കുകയും ദേഷ്യപ്പെട്ടിട്ട് ഭവാനിയോട് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. കൂട്ടത്തിലൊരു കാര്യം പറയും, അജയ്ക്ക് ഇഷ്ടം ഭൂമിയെയാണ്, അവളെയാണ്. അത് കേട്ട ഭവാനി ചോദിക്കും, നീ എന്താ ഈ പറയണത്, ഭൂമിയെ അജയന് ഇഷ്ടമാണെന്നോ? അതേ അമ്മ, എനിക്കറിയാം അവർ തമ്മിൽ പ്രേമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഈ മദ്യപിച്ച് ഈ ഗ്ലാസ് അഞ്ജന എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് വരും. അപ്പോഴാണ് അഞ്ജന കുടിച്ച് ബോധമില്ലാണ്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ മുത്തശ്ശി പറയും, ഈ വിവാഹം വേണോ എന്ന് ഞാനൊന്ന് കൂടി ആലോചിക്കട്ടെ എന്ന്. പിന്നെ ഇവരെല്ലാവരും കൺവിൻസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജന നല്ല കുട്ടിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കണം. അങ്ങനെ ഭവാനി ഒരു അടവെടുക്കും. ഒന്നുമില്ല, ഭവാനി അഞ്ജനയും കൂടി അമ്പലത്തിലോട്ട് പോവും. എന്നിട്ട് അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിച്ച് നിൽക്കും. അപ്പോൾ എന്നിട്ട് അജയനോട് പറയുകയാണ് ഭവാനി വന്നിട്ട്, ഇതേ മോള് കർപ്പൂരം കത്തിച്ച് നിൽക്കുകയാണ് കയ്യിൽ, എന്ത് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, നീ ഒന്ന് പോയി പറ എന്ന് പറഞ്ഞ് ഭവാനി പുതിയ അടവുകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അജയ് പറയും, എന്തിനാണ് അവളിങ്ങനെ കയ്യിൽ കർപ്പൂരം കത്തിച്ചിരിക്കുന്നത്, അത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് അജയ് പോയിട്ട് അഞ്ജനയോട് പറയണം, നീ കർപ്പൂരം കത്തിക്കുന്നത് നിർത്ത്, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് അജയ് അവളെ കൺവിൻസ് ചെയ്തിട്ട് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ പിന്നെ ഭൂമിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു രഹസ്യം അറിഞ്ഞിരിക്കുകയാണ് അച്യുതൻ. മറ്റൊന്നുമല്ല, സത്യൻ സാറിൻ്റെയും ഭാര്യയെയും മകളെയും കുറേ വർഷങ്ങൾക്ക് മുൻപ് കാണാതായതെന്നും അദ്ദേഹം അവരെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നും അച്യുതൻ അറിയുന്നു. അത് കേട്ടപ്പോൾ അച്യുതന് മനസ്സിലാവും ഭൂമി തന്നെയാണ് അയാളുടെ മകളെന്ന്. അപ്പോൾ അച്യുതന് ആശങ്ക വളരെ കൂടാൻ തുടങ്ങി. അച്യുതൻ ഭാര്യയോട് പറയുകയും ചെയ്യും, കുറേ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും നമ്മളെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളവളെ കൊടുക്കണ്ടേന്ന്. അപ്പോൾ അച്യുതൻ്റെ ഭാര്യ പറയും, എന്താ ചേട്ടാ ഈ പറയുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, അവൾ നമ്മുടെ മകളാണെന്നും എന്ന് പറയുകയാണ്. പിന്നെ ഭൂമി പുറത്തോട്ട് പോകുമ്പോൾ അച്യുതൻ ആ മാല ഊരി വാങ്ങിക്കുകയാണ്. വേറൊന്നുമല്ല, അച്യുതന് ഭയമായി തുടങ്ങി. കാരണം ഈ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ആ വീടിൻ്റെ പരമ്പരാഗത അടയാളമായ ആ മാലയും ആ ലോക്കറ്റും പെട്ടെന്ന് തന്നെ ഭൂമിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർക്കാണ്. അപ്പോൾ ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെ അച്യുതൻ ആ മാലയും ലോക്കറ്റും തമ്മിൽ ഊരി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമി സന്തോഷത്തിലൂടെ തന്നെ കൊടുക്കുന്നത്. എന്തൊക്കെയോ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അച്യുതൻ അത് ഊരി വാങ്ങുന്നത്. പിന്നെ അച്യുതൻ്റെ ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറയും, സർജറി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം രോഗിയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഭൂമി പറയുകയാണ്, ഇതിനുള്ള പൈസയാണ് സർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം, അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയും, അച്യുതൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, ഇങ്ങനെ പോവുകയാണെച്ചെങ്കിൽ അധികം വൈകാതെ അച്യുതൻ്റെ ആയുസ് അവസാനിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി പറയുകയാണ്, അച്ഛനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറയുകയാണ്. ഇത്രയുമാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്യുതനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു സ്നേഹവും അവരുടെ അച്ഛൻ മകൾ എന്നുള്ള അടുപ്പവും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾ മിസ്സാക്കാതെ കാണുക. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.